ഇന്ന് ഞാൻ എൻ്റെ ചേച്ചിക്ക് ഒരു ചെറിയ ഗിഫ്റ്റ് കൊടുക്കാൻ പോകും. എന്താണെന്നല്ലേ, റീസെൻ്റായിട്ട് സെക്കൻഡ് ട്രൈമസ്റ്ററിൽ എൻ്റെ ചേച്ചിക്ക് ഒരു മിസ്കാരേജ് ഉണ്ട്. ഈ സിറ്റുവേഷനിൽ ഫിസിക്കലി മെൻ്റലി അവരൊട്ടും ഓക്കെ ആയിരിക്കത്തില്ല എന്ന് നമുക്കറിയാം. പക്ഷേ യൂഷ്വലി ഒരു ഡെലിവറിക്ക് ശേഷം പോസ്റ്റ്നേറ്റൽ ട്രീറ്റ്മെൻറ്റ്സ് കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. സോ അതിനേക്കാൾ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കേസാണ് ഓരോ മിസ്കാരേജും. ഞാൻ ഡോക്ടർ ഷമിതയിൽ വിളിച്ചിട്ട് ഇങ്ങനത്തെ കേസിന് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ്സ് അവിടെ അവൈലബിൾ ആണോ എന്ന് ചോദിക്കുമ്പോൾ ജീനെ അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി. ഒന്നും നോക്കിയില്ല, ഞാൻ ഒരു അപ്പോയിൻമെൻറ്റ് എടുത്തു. ആദ്യം കൺസൾട്ട് ചെയ്തിട്ട് എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം, എന്തൊക്കെയാണ് നീഡ്, എന്തൊക്കെയാണ് ബെനിഫിഷ്യൽ ആവുക എന്ന് ഡിസൈഡ് ചെയ്തതിന് ശേഷമാണ് ട്രീറ്റ്മെൻറ്റ് റൂമിലേക്ക് കൊണ്ടുപോവുക. സത്യം പറഞ്ഞാൽ ഈ സംഭവത്തിന് ശേഷം അവളെ ഇത്ര കാമായിട്ട് റിലാക്സ് ആയിട്ട് ഞാൻ കാണുന്നത് ഇന്നായിരുന്നു കേട്ടോ. സോ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാൻ ഈ ഡിസിഷൻ, ഒരു റൈറ്റ് ചോയ്സ് ഞാൻ എടുത്തത്. ഡോക്ടർ ഷമീദ എന്നുള്ളത് എൻ്റെ ഒരു ബെസ്റ്റ് ചോയ്സ് ആയിരുന്നു. സോ വർക്ക് സ്ട്രെസ് കാരണമുള്ള ഇഷ്യൂസ് ആയിക്കോട്ടെ, അല്ല നിങ്ങൾക്ക് റിലാക്സേഷൻ ആണ് വേണ്ടത്, എന്ത് തന്നെ ആയാലും ഡോക്ടർ കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് അവർ സജസ്റ്റ് ചെയ്യും. സോ നിങ്ങളുടെ സെൽഫിനായിക്കോട്ടെ, നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കായിക്കോട്ടെ ഒരു ബെസ്റ്റ് ഗിഫ്റ്റാണ് ഡോക്ടർ ഷമീദ ആയുർവേദയിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. സോ ഞങ്ങൾ പോയത് കിൻഡർ ഹോസ്പിറ്റലിലുള്ള ഡോക്ടർ ഷമീദ ആയുർവേദയിലാണ്. ഹാപ്പിയാണ്, എൻ്റെ ചേച്ചി സൂപ്പർ ഹാപ്പിയാണ്. ഒന്നും പറയാനില്ല, അടിപൊളി എന്ന് പറഞ്ഞാൽ എക്സലന്റ് സർവീസ് കേട്ടോ. എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു 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 തെറാപ്പി ഫസ്റ്റ് ടൈമാണ്. ഞാൻ പുനർജനിച്ച പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. ഹാപ്പി. ശരിക്കും ഇത് കുറച്ച് നേരത്തെ ചെയ്തായിരുന്നു.